ഹലോ ഗൈസ്, വെൽക്കം ടു സാറാസ് വേൾഡ്. അപ്പോൾ നമുക്ക് ഒരു ദീപുണ്ട ഉണ്ടാക്കിയാലോ. ഇതാണ് ദീപ് ഹൽവ. ഇതിന് ദീപുണ്ട എന്നും പറയും, ദീപ് ഹൽവ എന്നും പറയും. ഇതാണ് ഗൈസ്. ഇതിനെ നമ്മൾ വാഴയിലയിൽ വെച്ച് പൊതിഞ്ഞതാണിത്, പൊതിഞ്ഞ് പാക്ക് ചെയ്തതാണിത്. എങ്ങനെയാണ് നമുക്ക് ഹൽവ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കിയാലോ. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു ചമ്പ് അടുപ്പിലേക്ക് വെച്ച ശേഷം അതിലേക്ക് ശർക്കര മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 കിലോ ശർക്കരയാണ്. ഇത് ഞങ്ങൾ ദ്വീപിലത്തെ ശർക്കരയല്ല കേട്ടോ, ഇത് കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ശർക്കരയാണ്. ഇത് മെൽറ്റ് ചെയ്ത് കൊടുത്തത്. അത് മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് അല്പം കട്ടിയായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ദ്വീപ് ശർക്കര ചേർത്ത് കൊടുക്കും. അധികം തീ വെക്കാതെ, എന്നാൽ കുറയ്ക്കാനും പാടില്ല. ഇനി ഇതാണ് നമ്മുടെ ദ്വീപ് ശർക്കര. ഈ ദ്വീപ് ശർക്കര 2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. ദ്വീപ് ശർക്കര 2 കിലോ. ഇത് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കണം. ഇത് ഇത്തിരി കട്ടി ഉണ്ടാവും, എന്നാൽ കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ടൈപ്പിലുള്ള കട്ടി കൂടുതലല്ല. ഒരു മെൽറ്റ് ചെയ്ത ടൈപ്പിലാണ് ഇതുള്ളത്. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ശർക്കര നമ്മൾ കട്ടിയുണ്ടാക്കാനും പല സ്നാക്സിനും വേണ്ടി ഉപയോഗിക്കും. ഇത് ആന്ത്രോത്ത് ദ്വീപിലും പിന്നെ അഗത്തി ദ്വീപിലും ഒക്കെയാണ് ഇത് ഉണ്ടാക്കാറുള്ളത്. ബംഗാരത്തിലും കിട്ടുന്നുണ്ട്. കിലോയ്ക്ക് 1000 രൂപ വരെ ഇതിന് വിലയുണ്ട്. അങ്ങനെ ഇത് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത് 30 തേങ്ങയാണ്. 30 തേങ്ങയ്ക്ക് 1/2 കിലോ ശർക്കര, പിന്നെ 2 കിലോ ദ്വീപ് ശർക്കര ഇതിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് പോരായെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യുന്നവരുണ്ട്, എന്നാൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം നമുക്ക് മധുരം ഏകദേശം കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളിത് ഉണ്ടാക്കുന്നത് എൻ്റെ മാമൻ ഹജ്ജിന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാമന് ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനല്ല കേട്ടോ ഇതുണ്ടാക്കുന്നത്, എൻ്റെ ഒരു ബന്ധുവാണ്. ഞാൻ അവരെ സഹായിക്കാൻ വേണ്ടി ഇരുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ദ്വീപ് ശർക്കരയും മലയാൻ ശർക്കര എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ശർക്കരയാണ് മലയാൻ ശർക്കര. ഈ മലയാൻ ശർക്കരയും നമ്മുടെ ദ്വീപ് ശർക്കരയും കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അലിഞ്ഞ് യോജിച്ച ശേഷം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരവി വെച്ചത് ഇട്ട് കൊടുക്കും. തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇളം തേങ്ങ വേണം എടുക്കാൻ. എന്നാൽ ഇളനീരല്ല കേട്ടോ, എന്നാൽ മൂത്ത തേങ്ങയുമില്ല. ഇത് രണ്ടിനും ഇടയിലുള്ള തേങ്ങയാണ് എടുക്കേണ്ടത്. തേങ്ങ ചിരവി എടുക്കുമ്പോൾ നേർത്ത രീതിയിൽ വേണം തേങ്ങ ചിരവിയെടുക്കാൻ ശ്രദ്ധിക്കുക. അധികം കട്ടിയായി ചിരവിയെടുക്കാൻ പാടുള്ളതല്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതുപോലെ തന്നെ ഇളക്കുമ്പോൾ ക്ലോക്ക് വേസിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു വശത്ത് കൂടി മാത്രമേ ഇളക്കൂ, തിരിച്ചും മറിച്ചും ഇളക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇളക്കാൻ പാടില്ലെന്നാണ് മുതിർന്നവർ പറയുന്നത്. അങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ഇത് നന്നായിട്ട്, അതുപോലെ തന്നെ തീ വയ്ക്കുമ്പോൾ കുറഞ്ഞ തീ വയ്ക്കുക, അധികം തീ കൂടിപ്പോകരുത്. എന്നാൽ തീ ഒട്ടും ഇല്ലാതെ ആവാനും പാടില്ല. കുറഞ്ഞ തീയെങ്കിലും ഇതിൽ വേണം, കൂടാതെ നോക്കുക. ഇങ്ങനെ ഇളക്കി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ കട്ടി എന്ന് പറയുന്നത് ദ്വീപ് ശർക്കരയാണ്. ഈ ശർക്കര ഉണ്ടല്ലോ, ഇത് തികച്ചും നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ഇത് ഒരുപോലെ ഉപയോഗിക്കാം. ഞങ്ങളിങ്ങനെ ഡ്രിങ്ക്സ് ആയിട്ടൊക്കെ കുടിക്കാറുണ്ട്. വെള്ളത്തിലേക്ക് ഷുഗറും അല്പം കട്ടിയും ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞു വന്ന ശേഷം നമ്മളത് കുടിക്കാനൊക്കെ ചെയ്യും. അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ടിട്ടൊക്കെ ഇത് ഡ്രിങ്ക്സ് ആയിട്ട് കുടിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് ബ്രെഡിൽ തേച്ച് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ജാം ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ഈ ദ്വീപ് ശർക്കര ഉപയോഗിക്കാവുന്നതാണ്. അതുകൂടാതെ നെയ്യപ്പം, പിന്നെ ഉണ്ണിയപ്പം, ഇങ്ങനത്തെ പിന്നെ കലത്തപ്പം, ഇതിനൊക്കെ നമ്മൾ ശർക്കര എവിടെയൊക്കെയാണോ ശർക്കര ഉപയോഗിക്കുന്നത് അതിന് പകരം നമുക്ക് ദ്വീപ് ശർക്കര ഉപയോഗിക്കാവുന്നതാണ്. അതിൽ യാതൊരു കേടുപാടുകളില്ല, കല്ലിൻ്റെ അംശമൊന്നും ഉണ്ടാവത്തില്ല. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ശർക്കര മെൽറ്റ് ചെയ്ത് നമ്മൾ അരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ കല്ലുകളും കേടുപാടുകളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒന്നും നമ്മുടെ ഈ ശർക്കരയിൽ നിന്ന് കിട്ടത്തില്ല കേട്ടോ. വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഈ ദ്വീപ് ശർക്കര. എല്ലാവർക്കും ഇത് തികച്ചും വിശ്വാസത്തോടുകൂടി ഉപയോഗിക്കാവുന്നതാണ്. ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം 2-2.5 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു 5 മണി ആയപ്പോഴാണ് ഇരുന്നത്. പക്ഷേ കഴിയുമ്പോഴത്തേക്ക് രാത്രി ഒരു 7-8 ഒക്കെ ആയി. അപ്പോൾ
കുറേ ടൈം എടുക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. രണ്ടര കൂടുതലുണ്ട്, 2-3 മണിക്കൂറോളം ഇത് വരുന്നുണ്ട്. അത്രയ്ക്കും ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കുന്നത്. കുറച്ച് പണിയാണ്, എന്നാൽ ഇത് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ ദീപ ഹൽവ. ഇപ്പോൾ ഏകദേശം കഴിയുമ്പോഴത്തേക്ക് രാത്രിയായി. ഹൽവ റെഡിയായി വന്നു തുടങ്ങിട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഒട്ടി വരണം, എല്ലാം ചമ്മിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ റെഡിയായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരാൾ തന്നെ ഇങ്ങനെ ഇളക്കുമ്പോൾ ശരിക്കും ഷോൾഡർ പെയിനൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മാറിയിരിക്കണം. അങ്ങനെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ലഡു ഉണ്ടാക്കുമ്പോൾ ചൂടോടുകൂടിയല്ലേ ഉരുട്ടുന്നത്. അതേപോലെ തന്നെ ചൂട് തീരുന്നതിന് മുമ്പ് എല്ലാവരും കൂടിയിരുന്നിട്ട് പെട്ടെന്ന് ഉരുട്ടിയെടുക്കും. ഇനി നമുക്ക് ഇത് ഇലയിൽ പൊതിയണം. അതിന് ഞാനിതാ വാഴയില എടുത്തിട്ടുണ്ട്. ഉണങ്ങിയ ഇലയാണ്. വാഴയില എടുത്ത് കഴുകി അതിനെ തുടച്ച് വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് വെച്ച് അതിൻ്റെ ഇരുവശവും നമ്മൾ മിഠായി പൊതിയുന്നത് പോലെ അതിനെ പൊതിഞ്ഞ് നൂലുകൊണ്ട് കെട്ടിയെടുക്കണം. എപ്പോഴും പൊതിയുമ്പോൾ വാഴയിലയുടെ തണ്ടിൻ്റെ അരികെ ഇങ്ങനെ നൂല് രൂപത്തിൽ നമ്മൾ ഇളക്കിയെടുക്കും. അതുകൊണ്ടാണ് കെട്ടാറുള്ളത്. പക്ഷേ ഞാനിപ്പോൾ കെട്ടിയപ്പോൾ അത് ഒടിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ നൂലെടുത്തത്. അങ്ങനെ ഇരുവശവും ഇങ്ങനെ നന്നായിട്ട് കെട്ടിയെടുക്കുക. ഇങ്ങനെ ഓരോ ഹൽവയും ഇങ്ങനെ പൊതിഞ്ഞ് നമ്മൾ കെട്ടി വയ്ക്കും. പിന്നെ ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ. പോകുമ്പോൾ അവിടെ പലരെയും എത്തുമല്ലോ, നമുക്ക് ആരെയൊക്കെയെങ്കിലും പരിചയം കിട്ടും കൂടെ. പിന്നെ ആരെങ്കിലും മലയാളീസൊക്കെ ഉണ്ടാവും. അങ്ങനെ അവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിതുണ്ടാക്കുക. ഇത് മാത്രമല്ല, ഇതിനോടൊപ്പം ഞങ്ങളുടെ ദ്വീപിലൊരു പൊരി എന്ന് പറയുന്നൊരു ഇതുപോലെ കട്ടി കൊണ്ട് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റംസാണ് പൊരി എന്ന് പറയും. അതും കൂടി കൊണ്ടുപോകും. പിന്നെ കൂടാതെ നമ്മളെ ദ്വീപിലെ പലഹാരങ്ങളും, പിന്നെ മെയിനായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ഐറ്റംസാണ് അച്ചാർ. നമ്മുടെ ട്യൂണ ഉണ്ടല്ലോ, ചൂര അച്ചാർ, അതും കൂടി കൊണ്ടുപോകാറുണ്ട് പാക്കിങ്ങിൽ. അതും കൂടി ചെയ്യും. പാക്ക് ചെയ്യുമ്പോൾ ഞങ്ങളിത് രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെയാണ് ഇത് പൊതിയുന്നത്. ഞാൻ വരുമ്പോഴത്തേക്ക് ഏകദേശം പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പൊതിയാനുള്ളത് മാറ്റി വയ്ക്കാൻ. അങ്ങനെ അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഗേസ്. ഇപ്പോൾ ഇങ്ങനെ പൊതിഞ്ഞു. ഇതാണ് നമ്മുടെ ഹൽവ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.